പൊന്നും ചക്കും എന്താ അപ്പോൾ ക്ഷമയില്ലാണ്ടായപ്പോൾ കാറിൽ വന്ന് കയറി. പക്ഷെ അവർ അപ്പം തന്നെ കാറിൽ നിന്ന് ഇറങ്ങി. വേറെ ഒന്നല്ല, നമ്മളൊന്ന് പുറത്ത് പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ ചക്കുവിൻ്റെ കൈ വെച്ച് പൊന്നു ഡോർ അടച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ചെറിയൊരു വേദന ആൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നേരെ വന്നത് പെയിൻറ്റ് കടയിലേക്ക് കേട്ടോ. അപ്പോൾ പെയിൻറ്റ് കടയിൽ നിന്ന് കുറച്ച് പെയിൻറ്റ് വാങ്ങാനുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ്റെ കല്യാണം പ്രമാണിച്ച്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹൈ റോഡിലേക്കായിരുന്നു. ഹൈ റോഡിൽ പോയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ ഒരു ക്രിസ്മസ് വൈബായിരുന്നു. കാരണം അവിടെ സ്റ്റാർസും ലൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇൻവിറ്റേഷൻ കാർഡ് നോക്കാനായിട്ട് ലിബ ആർക്കേഡിലൊക്കെയാണ് പോയത്. അവിടെ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കണ്ണിലുടക്കിയത് ഈ ഒരു രണ്ടെണ്ണം കേട്ടോ, ഈ റെഡും ക്രീമും. അതിലൊന്നാണ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തത്. അങ്ങനെ അവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. നമ്മുടെ പേര് ഡീറ്റെയിൽസ് അതൊക്കെ കൊടുത്തു. പ്രിൻ്റ് ചെയ്യേണ്ട അവർക്ക്. അങ്ങനെ അവിടുത്തെ സെറ്റിൽമെൻറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ചക്കു പിന്നെയും ഇത് വേണോ എന്നൊക്കെ ചോദിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ പുത്തമ്പള്ളി പെരുന്നാളിൻ്റെ തലേദിവസം എന്തോ ആയിരുന്നു അത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴായിട്ട് അറിയണം ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. ഞങ്ങൾക്ക് അറിയായിരുന്നു പെരുന്നാൾ ആണെന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു തിരക്കുണ്ടാവുമെന്നൊക്കെ ഞങ്ങൾ അപ്പോഴാണ് ഓർത്തത്. കാരണം പാർക്ക് ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഫാൻ നോക്കാൻ പോയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ജ്യൂസ് കുടിച്ച് വീട്ടിലേക്ക് മടങ്ങി.